ഹലോ കുട്ടി മൗലവി. അയ്യോ, അസ്സലാമു അലൈക്കും. ആ എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ. പിന്നെ വെറുതെ ഇങ്ങനെ വിളിച്ചതാ, എന്തൊക്കെ വിശേഷത്തൊക്കെ അറിയാന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ച. പിന്നെ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പഠിക്കാനൊക്കെ സാധിക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വിളിച്ചതാ. ഷാനയും മനസ്സിലായില്ല. ആക്കെ നിങ്ങൾ അറിയുന്ന കാണൊക്കെ തന്നെ ആണ്. അതെ. പിന്നെ നമ്മളെ ഈ സാധാരണ നമ്മളെ ഈ ഓതന ആയത്തില്ലേ, ഇൻതത് ഊഹും ലായ സ്മൂത് ആക്കുന്നുള്ളത് സമസ്തക്കാർക്ക് എതിരായിട്ട്. ആ അപ്പൊ അതില് ഈ അമ്പിയാക്കൾ പെടും, മലക്ക് പെടും, ജിന്ന് പെടും എന്നൊക്കെ അല്ലേ പറഞ്ഞേ? അതെ. ഇൻതദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ. ഉം. ആ, ഈ മലായിക്കത്തിനെയും. അതെ. എല്ലാം കൂടി പുട്ടിക്കൽ അമ്പിയായി വൽ മലായിക്കത്തി വൽ ജിന്നി ആ, വശയാത്തീൻ എല്ലാം പെട്ട്. അത് എവിടെയുള്ള പിന്നെ ഉസ്താദ്? ഏഹ് അത് എവിടെയുള്ളതാ പിന്നെ കൽമലായിക്കത്തിന്നൊക്കെ? ഇത് അത് സിറിലുണ്ട്. ആ ആ ആ ആ മാഷാ അല്ലാ. അപ്പൊ ഈ പിന്നെ മലായിക്കത്തിനെ വിളിച്ചാല് കേൾക്കൂല, ജിന്നിനെ വിളിച്ചാൽ കേൾക്കൂല, അമ്പിയായിനെ വിളിച്ചാൽ കേൾക്കൂല. അല്ലെ ഒന്നിന് മുന്നേ അപ്പൊ വിളിക്കാതെ അവർ കേൾക്കൂലെന്ന് ഖുർആൻ പറഞ്ഞാണ്. ആ ആ ആ ആ. അപ്പൊ ഈ ഈ പിന്നെ മലക്ക് ജിന്നിനെ വിളിച്ചാൽ കേൾക്കൂലെന്ന് നമ്മളെ ഈ പിന്നെ ജിന്ന് കേൾക്കുന്നു പറയുന്നുണ്ടല്ലോ നമ്മളെ വിസ്ഡം വിഭാഗത്തിന്റെ പണ്ഡിതന്മാര്. ആ അപ്പൊ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടൂലേ? അതെ. പല ആൾക്കാർക്കും പലതും കേൾക്കും തോന്നലുണ്ടാവും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അള്ളഹാനോട് ചോദിക്കാനാ. അല്ല അങ്ങനല്ലേ, അതായത് ജിന്നുകൾ കേൾക്കും, ജിന്നുകൾ സഹായിക്കുന്നുള്ള വിശ്വാസമാണല്ലോ വിസ്ഡം വിഭാഗത്തിനുള്ള. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? അള്ളാഹ് ആരാണ്? കുലിശയും കബീറ. ആ എഴുതി കൈവുള്ള ആളാണ് അള്ളാഹ്. അതെ, അതല്ലേ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് അല്ല പിന്നെ കുട്ടുമസ്ത, ഇവിടെ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇവിടെ ഈ ജിന്ന് പിന്നെ കേൾക്കൂല, കേട്ടാൽ ഉത്തരം ചെയ്യില്ലെന്നാണല്ലോ നമ്മളെ പ്രസംഗത്തിലൊക്കെ നമ്മള് മൗലവിമാരൊക്കെ പ്രസംഗിക്കലേ. ആ അപ്പൊ ഇപ്പൊ പറയണ ജിന്ന് കേൾക്കും ഉത്തരം ചെയ്യുന്നില്ല, അപ്പൊ അവര് ഈ ആയത്തിന്റെ പരിധിയിൽ പെടൂലേ? അതിന് ഈ ജിന്നിക്ക് ഇങ്ങനെ കേൾപ്പിക്കാതെ കൈവാറ്റുണ്ട് അള്ളാഹ്ക്കുണ്ട്. അല്ല ജിന്ന് കേൾക്കൂല ആയത്തിൽ പറഞ്ഞത്. എങ്ങനെ? ജിന്ന് കേൾക്കൂല, കേട്ടാൽ ഉത്തരം ചെയ്യാന്നല്ല അല്ല പറഞ്ഞത്. അല്ല, നമ്മളോട് അല്ല പറഞ്ഞിട്ട് അള്ളാഹോട്. ഇപ്പൊ അല്ല പറഞ്ഞിരിക്കണ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു, അതായത് ജിന്ന് കേൾക്കൂലെന്ന്. ഞാൻ പറഞ്ഞില്ല, അല്ല പറഞ്ഞാണ്. ആ പിന്നെ കേൾക്കുന്നു പറയാ, കേൾക്കൂലെന്നും കേൾക്കുന്നു പറയില്ലല്ലോ. അല്ല, അല്ല പറഞ്ഞു. അല്ല ഈ ഇൻതദൂ എന്നുള്ള ആയത്തിന്റെ പരിധിയിൽ ജിന്ന് പെടുന്നു പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങള്. കുർത്തുബി തഫ്സീറിന് ജിന്നി മലായിക്കത്തുകൾ സൂര്യന് ചന്ദ്രനും ഒക്കെ പെടും. അതെ, പക്ഷെ അപ്പൊ ജിന്ന് കേൾക്കും ഉത്തരം ചെയ്യുന്നതാണല്ലോ വിസ്ഡം വിഭാഗത്തിന്റെ ആള് പറയണതേ. അതാ ചോദിച്ചേ, അതെന്താ അങ്ങനെ? അത് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അള്ള പറയണതിന് എതിര് അള്ള പറയുന്നു കേൾക്കൂലാന്ന്, കേട്ടാലും ഉത്തരം ചെയ്യില്ലാന്ന്. മറ്റേ അള്ളാഹ് കഴിവ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലല്ലേ പറഞ്ഞത് കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യില്ലാന്ന്. അതെ, അതേ അള്ളാഹ്ക്ക് തന്നെ കൊടുക്കാൻ കഴിവുണ്ട്. അപ്പൊ അള്ള പറയാ ജിന്ന് കേൾക്കൂല ഉത്തരം ചെയ്യൂലാന്ന്. അല്ല, അള്ളാഹ് മുജാഹിദുകൾ പറയാ കേൾക്കും ഉത്തരം ചെയ്യുന്നേ. അല്ല, അള്ളാഹ് പറഞ്ഞത് അവരോട് നിങ്ങൾ വിളിക്കരുത്. മുജാഹിദ് പറയണത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ വിസ്ഡം വിഭാഗത്തിന്റെ ആളെപ്പം പുറത്താക്കിയത് തന്നെ, വിസ്ഡം വിഭാഗം ഉണ്ടായത് തന്നെ ഈ ജിന്നിനോട് സഹായം തേടുന്ന വിഷയമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ ഈ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാണ്. അതായത് അവർ കേൾക്കില്ല, കേട്ടാലും ഉത്തരം ചെയ്യില്ല എന്നാണല്ലോ ഇപ്പൊ ആയത്തിലുള്ളത്. നമ്മൾ എന്ത് മനസ്സിലാക്കാൻ മതി അറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് ജിന്നിനെ ഏൽപ്പിച്ച പണി ജിന്നോളൂ, മലായിക്കത്തിനെ ഏൽപ്പിച്ച പണി മലായിക്കത്ത് ചെയ്തോളൂ. നമ്മൾ പറഞ്ഞത് എന്താണ്? ഏത് പ്രസംഗങ്ങളിലും വല്ലാത്ത പോയി അള്ളാഹോട് ചോദിക്കും. അല്ല ഇതിനൊരു നമ്മളിപ്പോ ഈ സമസ്തക്കാർ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണല്ലോ കുട്ടിമോൻ ഉസ്താദെ. അത് എങ്ങനെ നമ്മൾ മറുപടി കൊടുക്കുക? അതായത് അമ്പിയാക്കന്മാരെ വിളിച്ചാൽ അത് ഷിർക്ക്, അതായത് അമ്പിയാക്കന്മാരെ കേൾക്കും ഉത്തരം ചെയ്തുള്ള വിശ്വാസത്തിൽ അവരെ വിളിച്ചാൽ അത് ഷിർക്ക്. അതിൽ ജിന്നും പെടൂലേ? അപ്പൊ ഞങ്ങളെ മാത്രം കാഫറാക്കിയില്ല, ഇപ്പൊ നിങ്ങളും പെട്ടില്ലെന്ന പോലും ചോദിക്കണതേ. അത് അവരോട് പറയാ, സമസ്തക്കാരോട് തന്നെ പറയാ, അവർ മനസ്സിൽ പഠിപ്പിക്കാനാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. പിന്നെ കുട്ടിമോൻ ഉസ്താദെ, അല്ല അള്ളാനോട് ചോദിക്കുന്ന വിഷയം ഇതിന് മറുപടി പറഞ്ഞു കൊടുക്കണ്ടല്ലോ കുട്ടിമോൻ ഉസ്താദെ നമ്മള്. അതായത് പിന്നെ അമ്പിയാക്കൾ വിളിച്ചാൽ കേൾക്കൂല എന്നുള്ളതിന് തെളിവ് കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യാ എന്നുള്ളതിന് തെളിവ് നമ്മൾ ഈ ആയത്തല്ലേ കൊടുക്കണേ. അതിൽ തന്നെ ജിന്നിനെ വിളിച്ചാലും കേൾക്കൂല ഉത്തരം ചെയ്യാതില്ലേ? എന്നാ ജിന്ന് കേൾക്കും ഉത്തരം ചെയ്യുന്നല്ലേ ഇപ്പൊ വിസ്ഡം വിഭാഗത്തിന്റെ ആള് പറയണതെന്ന് ചോദിച്ചാൽ നമ്മളെ തൊള്ളാട്ടം മുട്ടിയില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? വലാത്ത മിന്തൂരില്ല പറഞ്ഞ് ആരും പൊട്ടി ജിന്നാൾ പൊട്ടി. എങ്ങനെ ജിന്നാൾ വിളിക്കരുത്. വലാത്ത മിന്തൂരില്ല, അള്ളാഹുവിന്റെ പുറമേയുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുതെങ്കിൽ ജിന്നാൾ പൊട്ടി. അല്ല അപ്പൊ ഈ ജിന്നിന് ഈ ആയത്തിന് നമ്മൾ എങ്ങനെ നമ്മൾ സാധാരണ നമ്മളെ മൗലവിമാര് കവലകളിൽ പറയുന്ന ആയത്തല്ലേ ഇത്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും ഇപ്പൊ കുട്ടിമോൻ ഉസ്താദ് പറഞ്ഞില്ലേ? ആയത്തിനാണ് ഞാൻ പറഞ്ഞത്. വലാത്ത മിന്തൂരില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആയത്ത് ചർച്ച ചെയ്യുമ്പോ വേറെ ആയത്തേക്ക് പോയാല് ഓല വിടുവോ? നമ്മളെ വിടുവോ? ഒരു നമ്മളെ വിടൂലല്ലോ.
നമ്മൾ ചോദിക്കൂലേ കുട്ടിമോൻ ഉസ്താദെ? ഈ തൗഹീദ് നിന്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു എല്ലാവർക്കും ഈ തൗഹീദ് എത്തിച്ചു കൊടുക്കും. അല്ലാ മതി, ഹസ്ബി അല്ലാഹ്. ആയിക്കോട്ടെ, അതിന് തകരാറില്ലേ. പക്ഷെ നമ്മൾ ഈ സമസ്തക്കാരെ കാഫറാക്കാൻ വേണ്ടി നമ്മൾ ഓതുന്ന ആയത്താണല്ലോ ഇപ്പൊ ഇത്. അതിലിപ്പോ ഓല് പറയണത് അതിൽ ജിന്നും പെടുന്നുണ്ട്. അപ്പൊ ജിന്നിനെ വിളിക്കണോലും കാഫറാവൂല എന്നാ ചോദിക്കണതേ. ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നോലും അതിൽ പെടൂല എന്നാ ഓല് ചോദിക്കണതേ. അതെ അതെ, ജിന്നിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ. ജിന്നിനെ സൂര്യനെയും മലക്കിനെ ഒന്നും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ വിശുദ്ധ വിഭാഗത്തിന്റെ ആള് വിളിക്കണില്ലേ? ആളുകൾ ചെയ്യണ്ടോ നിങ്ങൾ ചെയ്യണ്ട. വിശുദ്ധ വിഭാഗത്തിന്റെ ആളുകൾ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഇപ്പൊ ഈ ആയത്ത്? അപ്പൊ നമുക്ക് മുജാഹിദൊക്കെ ഇപ്പൊ സുന്നിയൊക്കെതിരെ ഓതാൻ പറ്റൂ? നീ എങ്ങനെ ഓതുക? അള്ളാഹുല്ലാത്ത ബിന്ദുവില്ല എല്ലാവരും പെട്ടു. അതന്നെ, അതിൽ ജിന്ന് പെട്ടു. അപ്പൊ ജിന്നിനെ വിളിച്ചാലും കേൾക്കൂല. ജിന്ന് കേൾക്കുന്നതാണല്ലോ ഇപ്പൊ നമ്മളെ വിസ്ഡം വിഭാഗത്തിന്റെ മൗലി ഫൈസൽ മൗലവിയൊക്കെ സ്ഥിരമായിട്ട് മുഖാമുഖത്തിൽ ജിന്ന് കേൾക്കും. അള്ള പറയാ കേൾക്കൂല, കേട്ടാലോ ഉത്തരം ചെയ്യില്ലാന്ന്. പിന്നെ പറയാ അള്ള കൈകൂട്ട കേൾക്കുന്നോ? അള്ള നിങ്ങളിപ്പോ ഓതിയിട്ട് പറഞ്ഞെന്താണ്? അള്ള പറഞ്ഞിട്ട് കേൾക്കൂല, കേട്ടാലോ ഉത്തരം ചെയ്യില്ലാന്നല്ലേ പറഞ്ഞേ? പിന്നെ അള്ള കൈവും കൊടുത്തിട്ടുണ്ട്. അള്ള പറഞ്ഞ അവരെ വിളിക്കരുത്. പിന്നെ മുജാഹിദുകൾ വിളിക്കണേ. മുജാഹിദിൽപ്പെട്ട വിസ്ഡം വിഭാഗം വിളിക്കുന്നത് കൊണ്ടാണല്ലോ പോലെ സംഘടനയിൽ പുറത്താക്കിയ കുട്ടിമോൻ ഉസ്താദെ. അല്ല, ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അള്ളാഹിനോട് തേടിയാൽ മതി, നിന്നോട് തരണമെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ മൗലിമാരൊക്കെ ആയിട്ട് കുട്ടിമോൻ ഉസ്താദൊക്കെ അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഫൈസൽ മൗലിക അംഗീകരിക്കുവോ? കാരണം ഓൽക്ക് ഈ ആയത്ത് ഓതി കൊടുക്കും നിങ്ങള്. കുട്ടിമോൻ ഉസ്താദെ, ഓൽക്ക് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഓല്. ഓൽക്ക് ശിർക്കാന്ന് പറഞ്ഞാണ്ട് ഈ ആയത്ത് ഓതി കൊടുക്കും. നിങ്ങൾ മുശ്രിക്കാന്ന് ഓലോട് പറഞ്ഞു കൊടുക്കി. കാട്ടി നമ്മൾ കുടുങ്ങിയില്ല ഇവിടെ. ഓക്കെ, ശരി, താങ്ക് യു.